ഹായ് എവ്രിവൺ, ഇന്ന് നമ്മൾ നോക്കുന്നത് സൃഷ്ടി സങ്കല്പ് എന്ന പാട്ടിലെ സൃജൻ സംഗിനി എന്ന ഭാഗമാണ്. രാധ പൂछती है कि यह चांद सूरज महासागर पत्तियां फूल नदियां ആദി ജോ ഹെ. ഇവിടെ ഒരു ജോ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാധ ചോദിക്കുന്നത് ഇവിടെയുള്ള ചാന്ത്, ചന്ദ്രൻ, സൂര്യൻ, ഓഷ്യൻ, അതുപോലെ തന്നെ ഇലകള്, പൂക്കള്, നദികള്, ഇതൊക്കെ ഇവിടെ ഉണ്ട്. ഇൻകാ അന്തിം അർത്ഥ ക്യാ ഹെ, ഇതിന്റെ അവസാനത്തെ മീനിങ് എന്താണ്, ഇതിന്റെ ആക്ച്വൽ മീനിങ് എന്താണ്? കേവൽ കനു കി ഇച്ഛ ഹെ യാ കേവൽ ഉസ്കാ സങ്കൽപ് ഹെ. അപ്പൊ രാധ ചോദിക്കുന്നത് ഇതെന്താ, കനുവിന്റെ ഇച്ഛയാണോ ഇതിന്റെ അർത്ഥം? ഇച്ഛ എന്ന് വെച്ചാൽ എന്താണ്? ആഗ്രഹം. യാ കേവൽ ഉസ്കാ സങ്കൽപ് ഹെ, അതോ കൃഷ്ണന്റെ സങ്കല്പമാണോ? क्या यह संकल्प ही धरती में सौंधापन बनकर व्याप्त है, जड़ों में रस बनकर खींचता है, कोंपलों में फूटता है, पत्तों में हरियाता है, फूलों में खिलता है और ഫലോ മേ ഗദ്രാത്ത ഹെ. അപ്പം രാധ ചോദിക്കുകയാണ്, ഈ സങ്കല്പ് തന്നെയാണോ ഭൂമിയെ ഫെർട്ടൈലാക്കി മാറ്റുന്നത്, വേരുകളിലൂടെ പടരുന്നത്, അതുപോലെ തന്നെ ഈ പുതിയ ഇലകളില്, തളിരിലകളിൽ കാണുന്നത്, മറ്റ് ഇലകളിൽ പച്ചപ്പായിട്ട് പടരുന്നത്, പൂക്കളിൽ വിരിയുന്നത്, അതുപോലെ തന്നെ ഫ്രൂട്ട്സിലും കാണുന്നത്. അതായത് ഈ നേച്ചറിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും കൃഷ്ണന്റെ ആഗ്രഹം അല്ലെങ്കിൽ സങ്കല്പമാണോ എന്നാണ് രാധ ചോദിക്കുന്നത്. ഇതിന്റെയൊക്കെ അർത്ഥം എന്താണെന്നാണ്. ഫിർ രാധ कहती है कि इस सारे सृजन विनाश प्रवाह और अविराम जीवन प्रक्रिया का अर्थ केवल कनु की इच्छा और संकल्प है, तो जरा यह तो बताओ कि उसकी इच्छा और संकल्प का अर्थ कौन है. എന്നിട്ട് രാധ ചോദിക്കുകയാണ്, ഇനിയിപ്പോ ഇവിടെ കാണുന്ന എല്ലാ സൃജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടി, പിന്നെ വിനാശ്, എല്ലാ വിനാശവും, അതുപോലെ തന്നെ പ്രവാഹ് എന്താണ്, ഫ്ലോ. അപ്പം സൃഷ്ടി, വിനാശം, അതുപോലെ തന്നെ ഫ്ലോ, ഓർ അവിരാം ജീവൻ പ്രക്രിയ, ഇങ്ങനെ അവസാനിക്കാതെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ജീവിത പ്രക്രിയ കാ അർത്ഥ കേവൽ കനു കി ഇച്ഛ ഓർ സങ്കൽപ് ഹെ. അപ്പോൾ ഇതിന്റെയൊക്കെ, ഈ ജീവൻ പ്രക്രിയയുടെ ഒക്കെ അർത്ഥം കേവലം കനുവിന്റെ ഇച്ഛ, അതുപോലെ തന്നെ സങ്കല്പം ആണ് എങ്കിൽ, तो जरा यह तो बताओ कि उसकी इच्छा और संकल्प का अर्थ कौन है. അപ്പൊ രാധ ചോദിക്കുകയാണ്, ശരി, ഇത് നിന്റെ സങ്കല്പമാണ്, ഇച്ഛയാണ്. അപ്പം കൃഷ്ണൻ ഒരു കാര്യം പറയണം. എന്താണ് ഈ ഇച്ഛയുടെയും സങ്കല്പത്തിന്റെയും ഫൈനൽ ആയിട്ടുള്ള അർത്ഥം? കോൺ ഹെ. എത്ര നേരം ക്യാ ഹെ എന്നാ ചോദിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ചോദിക്കുന്നത് ആരാണ് എന്നാണ്. അതിന്റെ അർത്ഥം ആരാണ്? राधा पूछती है कि वह कौन है जिसकी खोज में कनु ने चांद और सूरज को अनंत काल की पगडंडी पर भेज रखा है. कौन है जिसे उसने झंझा के उद्दाम स्वरों में पुकारा है. कौन है जिसके लिए कनु ने महासागर की उथाल भुजाएं फैला दी है. कौन है जिसकी आत्मा को कनु ने फूल की तरह खोल दिया है. और कौन है जिसे उसने अपने कंठ में, वक्ष पर और कलाइयों में लपेट लिया है. അപ്പം രാധ ചോദിക്കുകയാണ്, ആർക്ക് വേണ്ടിയിട്ടാണ് കൃഷ്ണൻ ഈ അനന്തകാലിന്റെ, അതായത് അവസാനമില്ലാത്ത കാലത്തോളം ആ ഒരു പകിടണ്ടിയിൽ, ആ ഇടവഴികളിലൂടെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് സൂര്യനെയും ചന്ദ്രനെയും പറഞ്ഞു വിട്ടിട്ടുള്ളത്? ആരെയാണ് ഈ കാറ്റും ഈ ഓഷ്യൻസ് ഒക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? അതുപോലെ തന്നെ ആരുടെ ആത്മാവിനെയാണ് ഒരു പൂ പോലെ കൃഷ്ണൻ തുറന്നു വെച്ചിരിക്കുന്നത്? ആരെയാണ് കൃഷ്ണൻ തന്റെ കണ്ഠ് എന്ന് വെച്ചാൽ കഴുത്തിലും, അതുപോലെ തന്നെ വക്ഷ്, ചെസ്റ്റിലും, കലായി, റിസ്റ്റിലും ഒക്കെ ചുറ്റിയിട്ടുള്ളത്? ഫിർ രാധ ഖുദ് ഹി कहती है कि यह सब वही है. പിന്നെ രാധ സ്വയം തന്നെ പറയുന്നു, ഇതെല്ലാം രാധ തന്നെയാണെന്ന്. तब यह सृष्टि लीन हो जाती है जब प्रेम क्रीड़ाओं के बाद राधा थककर कनु की चंदन बाहों में अचेत बेसुध सो जाती है. അപ്പം രാധ പറയുന്നത് ഈ സൃഷ്ടി ലീനമാകുന്നു എപ്പോഴാണ്? ജബ് പ്രേം ക്രീഡാവും കെ ബാദ്, അതായത് ഇവരുടെ പ്രേം ക്രീഡ, അതായത് ഇവരുടെ എല്ലാ പ്ലഷേഴ്സിനും ശേഷം രാധ थककर कनु की चंदन बाहों में അച്ചേത് ബേസുദ് സോ ജാത്തി ഹെ. എല്ലാം കഴിഞ്ഞതിന് ശേഷം രാധ ക്ഷീണിതയായിട്ട് കനുവിന്റെ ആ കൈകളില് അച്ചേത് ഓർ ബേസുദ് എന്ന് വെച്ചാൽ അൺകോൺഷ്യസ് ആയിട്ട് അങ്ങനെ ഉറങ്ങുന്ന സമയത്താണ് ഈ സൃഷ്ടി തന്നെ വിലീനമായി പോകുന്നത്. യഹ് നിഖിൽ സൃഷ്ടി ലയ ഹോ ജാത്തി ഹെ. രാധ ഉസ് സമയ പ്രസുപ്ത ഓർ സജ്ഞാ ശൂന്യ,
अंधेरे में बैठी रहती है और कनु उसे वही गहरे प्यार को दोहराने के लिए आधी रात जगाता है. അപ്പോ കനു ഉസേ വഹി ഗഹരെ പ്യാർ കോ ദോഹരാനെ കെ ലിയെ ആദി രാത് ഈ ഉസേ വേണ്ട കേട്ടോ ജഗാത്ത ഹെ. ഒന്നെങ്കിൽ ആദ്യത്തെ ഉസേ എഴുതുക അല്ലെങ്കിൽ രണ്ടാമത്തെ ഉസേ എഴുതുക. ഇത് റിപ്പീറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു പ്രാവശ്യം എഴുതേണ്ട ആവശ്യമുള്ളൂ. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് രാധ ഇങ്ങനെ കൃഷ്ണന്റെ കൈകളിൽ അച്ഛേതായിട്ട് ബേസുതായിട്ട് ഉറങ്ങുന്നു. എന്നിട്ട് അപ്പൊ എന്താണ്, ചുറ്റും ഇരുട്ടാണ്. ആൻഡ് രാധ സഖ്യാശൂന്യ അതുപോലെ തന്നെ പ്രസുപ്ത് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അൺകോൺഷ്യസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കനു എന്ത് ചെയ്യും, വീണ്ടും ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് രാധയെ എഴുന്നേൽപ്പിക്കും. ആധി രാത്രി മിഡ് നൈറ്റിലാണ് എഴുന്നേൽപ്പിക്കുന്നത്. തോ मजबूरन वह जाग कर कनु के पास जाती है संकल्प की तरह इच्छा की तरह. അപ്പം എന്നിട്ട് എന്താണ്, കൃഷ്ണൻ ഇങ്ങനെ എഴുന്നേൽപ്പിക്കുമ്പോൾ രാധയ്ക്ക് വേറെ വഴിയൊന്നുമില്ല. അപ്പൊ രാധ എഴുന്നേറ്റ് പോകുന്നു കൃഷ്ണന്റെ അടുത്തേക്ക്, എന്നെ സങ്കല്പ പോലെ അതുപോലെ തന്നെ ആഗ്രഹം പോലെ. ഇൻ സബ് കെ ബാദ് വഹി പ്രളയ ശൂന്യ സന്നാട്ട ഹി രഹത്ത ഹെ. സന്നാട്ട എന്ന് വെച്ചാൽ സൈലൻസ് എന്നാണ്. അപ്പം വീണ്ടും ഇവർ ഈ പ്രേം ക്രീഡകൾ നടത്തുന്നു, എന്നിട്ട് അതിന്റെ പ്ലഷേഴ്സ് ഒക്കെ ഡിറൈവ് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും എന്താണ്, രാധയ്ക്ക് ക്ഷീണാണ്. ദെൻ വീണ്ടും ഇരുട്ട്, ചുറ്റും സൈലൻസ്. അങ്ങനെയാണ്. कांपते हुए गुलाबी जिस्मों, गुनगुने स्पर्शों, कसती हुई बाहों, अस्फुट शीतकारों, गहरी सौरभ भरी उसासों और अंत में एक सार्थक शिथिल मौन से आबाद हो जाता है. രചന ഓർ സൃഷ്ടി की तरह. അപ്പൊ ഈ ക്രീഡ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ അവിടെ എന്താ ഉള്ളത്, കാപ്തെ ഹുവെ ഗുലാബി ജിസ്മ്, വിറയ്ക്കുന്ന ഗുലാബി എന്ന് പറയുമ്പോൾ എന്താണ്, റോസ് കളറിലുള്ള ജിസ്മ് ബോഡി, അതുപോലെ തന്നെ ഗുൻഗുനെ സ്പർശ് വാം ആയിട്ടുള്ള ടച്ച്, അതുപോലെ തന്നെ കസ്തി ഹുയി ബാഹെ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന, അതായത് ഇങ്ങനെ ഹഗ് ചെയ്യുന്ന കൈകൾ. അതുപോലെ തന്നെ പിന്നെ പറയുന്നത് ഇതാണ്, പിന്നെ അവിടെ ഉള്ളത് പിന്നെ സീൽക്കാരങ്ങളുണ്ട്. അതുപോലെ തന്നെ ഗഹരി സൗരഭരി ഉസാസെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഫ്രേഗ്രൻസ് ഉള്ള ശ്വാസം. അതുപോലെ തന്നെ അന്ത്മേ എക് സാർത്ഥക് ശിഥിൽ മോൻ. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എന്താ, സൈലൻസ് മാത്രമേ ഉള്ളൂ. സെ ആബാദ് ഹോ ജാതി ഹെ. എന്നിട്ട് രചന ഓർ സൃഷ്ടി കി തര, ഒരു സൃഷ്ടി അല്ലെങ്കിൽ ഒരു രചന ചെയ്യുന്നത് പോലെയാണ് ഈ ഒരു പ്രോസസ്സ് എൻഡ് ചെയ്യുന്നത് എന്നാ പറയുന്നത്. രാധ फिर से थक कर सो जाती है और चारों ओर अंधेरा होने के बाद कनु उसे फिर से जगाता है. അപ്പം രാധ വീണ്ടും ക്ഷീണിച്ച് കിടന്നുറങ്ങുന്നു. അത് കഴിഞ്ഞിട്ട് കൃഷ്ണൻ വീണ്ടും രാധയെ എല്ലാ കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുന്നേൽപ്പിക്കുന്നു. फिर राधा कहती है कि कनु की असंख्य सृष्टियों का क्रम महज इन दोनों के गहरे प्यार, प्रगाढ़ विलास और अतृप्त क्रीड़ा की അനന്ത പുനരാവൃത്തിയാ ഹെ. അപ്പം രാധ പറയുന്നത് കനുവിന്റെ അസംഖ്യ സൃഷ്ടി, അതായത് കൗണ്ട്ലെസ് ആയിട്ടുള്ള അത്രയും സൃഷ്ടികളുണ്ട് കനുവിന്. ഇതെല്ലാം ഈ രാധയും കൃഷ്ണനും ഒന്ന് ചേരുന്നതിന്റെ, അവരുടെ ഗഹരെ പ്യാർ, അവരുടെ ആ ഒരു ഡീപ്പായിട്ടുള്ള ലവിന്റെ, അതേപോലെ തന്നെ ഈ പ്രഗാഡ് വിലാസ് ഓർ അതൃപ്ത ക്രീഡ എന്ന് പറയുന്നത് ഈ പ്ലഷർ ഡിറൈവ് ചെയ്യുന്ന പ്രോസസ്സ് തന്നെ. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇതിപ്പം ഇങ്ങനെ ഇവർ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചേക്കുന്നത് കാണുമ്പോൾ ലിറ്ററൽ മീനിങ് എടുക്കുമ്പോൾ ലസ്റ്റ് അല്ലെങ്കിൽ സെക്സിനെ കുറിച്ച് എഴുതിയതായിട്ടാണ് ഫീൽ ചെയ്യുക. പക്ഷെ ഇത് കുറച്ചും കൂടെ ഒരു ഫിലോസഫിക്കലായ രീതിയിലാണ് എടുക്കേണ്ടത്. അതാണ് ലിറ്ററൽ മീനിങ് വേറെ ആണെങ്കിലും ഇവർ ഉദ്ദേശിക്കുന്ന സൃഷ്ടി എന്ന് പറയുന്നത് കൃഷ്ണന്റെ സൃഷ്ടികളാണ്, അതായത് ലോകത്തിലുള്ള പല കാര്യങ്ങളും സൃഷ്ടിക്കുന്നത് ആണ്. അപ്പം ലിറ്ററൽ മീനിങ് എടുക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വിയേർഡായിട്ട് തോന്നിയേക്കാം. അങ്ങനെയല്ല അതിന്റെ മീനിങ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പം കൃഷ്ണനും രാധയും കൂടി ഒന്നു ചേരുന്ന സമയത്താണ് ഈ വിരാടമായിട്ടുള്ള ഈ ലോകത്ത് കാണുന്ന ഓരോ സൃഷ്ടികളും ഉത്ഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പം ഓരോ സൃഷ്ടിക്ക് വേണ്ടിയിട്ടും ഇവരുടെ ഈ എന്താണ് പ്രേം വിലാസ് അല്ലെങ്കിൽ ഈ അതൃപ്ത ക്രീഡ ഇവര് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്ന്. രാധ कहती है कि कनु के संपूर्ण अस्तित्व का अर्थ मात्र उसकी सृष्टि है और उसकी सृष्टि का अर्थ उसकी इच्छा मात्र है. അപ്പൊ രാധ പറയുന്നത് കൃഷ്ണന്റെ അസ്തിത്വ, എന്താണ് കൃഷ്ണന്റെ എക്സിസ്റ്റൻസിന്റെ അർത്ഥം എന്ന് പറയുന്നത് കൃഷ്ണന്റെ സൃഷ്ടിയാണ്. അതുപോലെ തന്നെ കൃഷ്ണന്റെ സൃഷ്ടിയുടെ അർത്ഥം എന്ന് പറയുന്നത് കൃഷ്ണന്റെ ആഗ്രഹം മാത്രമാണ്. കനു की इच्छा का अर्थ राधा और केवल राधा है. അങ്ങനെ രാധ കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയുന്നത് കനുവിന്റെ ഇച്ഛ, കനുവിന്റെ താല്പര്യത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് രാധ
और കേവലം രാധ തന്നെയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.